നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ ജോർജ് രാജിവെക്കണം, രാജിവെപ്പിക്കണമെന്ന് പാർട്ടിയിൽ സമ്മർദ്ദം മുറുകുന്നു. പത്തനംതിട്ടയിൽ കുറെ ഗുണ്ടകളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച വീണയ്ക്ക് നേരെ വലിയ വിവാദം മുറുകുമ്പോൾ പാർട്ടിയിലുള്ളവരും വീണ ജോർജിന്റെ കാല് വാരുകയാണ്. ഇനി അധികാരത്തിൽ തുടരാൻ ഒരർഹതയും വീണ ജോർജിനില്ല എന്ന ശക്തമായ ആവശ്യമാണ് ഉയർന്നത്. കാരണം ആരോഗ്യ വകുപ്പിൽ കയറിയിട്ട് മികച്ച ഒരു നേട്ടങ്ങളും ഉണ്ടാക്കാനോ ആ വകുപ്പിനെ മികച്ച രീതിയിൽ എത്തിക്കാനോ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. നിരന്തരം വിവാദം ഉണ്ടാക്കുകയാണ്. അതിന്റെ കൂടെയാണ് പത്തനംതിട്ടയിൽ പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു നടപടി ഉണ്ടായത്. ഇനിയും വീണ ജോർജിനെ ഈ പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുതിർന്ന ഒരു പറ്റം നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ വീണ ജോർജ് കാണിച്ചുകൂട്ടിയ പ്രതിസന്ധിക്ക് പാർട്ടി നിന്ന് തലങ്ങും വിലങ്ങും അടികൊള്ളുകയാണ്. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിക്കൊപ്പം CPM-ൽ ചേർന്ന സുധീഷ് വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ DYFI-ക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണെന്ന വിവരം പുറത്തുവന്നതോടെ പാർട്ടി വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് ഇയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് രക്തഹാരം അണിയിച്ചതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. കപ്പ കേസ് പ്രതി ശരൺ ചന്ദ്രനൊപ്പം പാർട്ടിയിലേക്കെത്തിയ കുമ്പഴ സ്വദേശി സുധീഷ് SFI-ക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള പ്രതിയാണെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. അതേ വ്യക്തിക്കെതിരെ വേറെയും ക്രിമിനൽ കേസുകളുണ്ട്. 2021 ഏപ്രിൽ 4 വീണ ജോർജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ DYFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. വടിവാളും കമ്പിവടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് FIR. BJP വിട്ട് CPM-ലേക്ക് എത്തിയതോടെ യുവാക്കളെല്ലാം ശരിയുടെ പക്ഷത്തായി എന്ന് മന്ത്രി ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ളവരെ തന്നെ കൊല്ലാൻ ശ്രമിച്ചവരെയാണ് ഇക്കൂട്ടർ മാലയിട്ട് സ്വീകരിച്ചത്. മാത്രമല്ല MLA-മാർക്കെതിരായ കേസുകളോട് താരതമ്യം ചെയ്തും ന്യായീകരണം തീർക്കുകയാണ് മന്ത്രി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് പിന്നാലെ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കുകയാണ്. നേരത്തെ CPM-ൽ ചേർന്ന ശരൺ ചന്ദ്രൻ കാപ്പ കേസ് പ്രതിയല്ല എന്ന CPM വാദം പൊളിച്ചടുക്കിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയും രംഗത്ത് വന്നിരുന്നു. അങ്ങനെ അടപടലം അടികിട്ടി നിൽക്കുകയാണ് പത്തനംതിട്ടയിലെ CPM. പാർട്ടി നേതാക്കൾ പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നടത്തിയിട്ടും ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. കാപ്പ കേസ് നിലവിലുള്ളപ്പോൾ ശരൺ ചന്ദ്രൻ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും മറ്റൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും നടപടികൾ തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി V. അജിത്ത് പറഞ്ഞിരിക്കുന്നത്. സുധീഷ് പോലീസ് രേഖകളിൽ ഒളിവിലുള്ള പ്രതിയാണ്. ഇയാളെ ഉടൻ പിടികൂടുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ SFI-യും DYFI-യും വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം SFI DYFI സംഘങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവരെ പോലും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കുട്ടി സഖാക്കളിൽ വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, മുതിർന്ന ഒരുപറ്റം നേതാക്കൾ വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. നിരന്തരം പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ ജോർജും ഭർത്താവും എന്ന ആരോപണം ശക്തമാകുകയാണ്. മന്ത്രി വീണ ജോർജിന്റെയും CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെയും സാന്നിധ്യത്തിലാണ് 60-ലേറെ BJP അനുഭാവികൾ കഴിഞ്ഞയാഴ്ച CPM-ൽ ചേർന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPM-ൽ ചേർന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മന്ത്രിയെ വിമർശിച്ചിരുന്നു. ശരൺ ചന്ദ്രനും കൂട്ടാളികളും CPM-ൽ ചേർന്നത് തങ്ങൾക്ക് നേരെയുള്ള ക്രിമിനൽ കേസുകളിൽ നിന്നും തടിയൂരാൻ വേണ്ടിയാണെന്ന ആരോപണം വന്നിരുന്നു. ഇത് മാത്രമല്ല, ശരൺ ചന്ദ്രന്റെ വായിൽ നിന്നും അത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. അതായത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടപ്പോൾ BJP നേതൃത്വം തങ്ങളെ രക്ഷിക്കാൻ തയ്യാറായില്ല എന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നും അതുകൊണ്ടാണ് CPM-ൽ ചേരാൻ തീരുമാനിച്ചതെന്നുമാണ് ശരൺ ചന്ദ്രൻ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ വീണ ജോർജിന് മുട്ടനടിയാണ് കിട്ടിയിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പോലും വീണ ജോർജിന് നേരെ ശക്തമായ സ്വരം ഉയരുകയാണ്. വീണ ജോർജിനെ ഇനിയും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് നേതാക്കൾ തന്നെ ആവശ്യപ്പെടുകയാണ്. ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.